വിദുരനീതിശതകം മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദുരർ ധൃതരാഷ്ട്ര രാജാവിന് നൽകുന്ന ഉപദേശങ്ങളാണ് വിദുരനീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ 11 ശ്ലോകങ്ങൾ ഒന്നാമത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലുമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ 5 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ വിദുരർ മനുഷ്യ ശരീരത്തെ ഒരു രഥമായി സങ്കല്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ ആത്മാവിനെ ഒരു പുണ്യനദിയോട് ഉപമിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകത്തിൽ കാമ, ക്രോധ, ലോഭത്തെ നരകത്തിലേക്കുള്ള കവാടങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു. നാലാമത്തെ ശ്ലോകത്തിൽ ഈ ജീവിതമാകുന്ന സംസാരത്തെ ഒരു ദുർഘട നദിയായി ഉപമിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ ശ്ലോകത്തിൽ എങ്ങനെ വിവേകിയായിരിക്കാം എന്ന് ഉപദേശിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ശ്ലോകം. ധീരോ യാതി സുഖം. രഥശരീരം പുരുഷസ്യ രാജൻ ആത്മാ നിയന്തേന്ദ്രിയാണ്യസ്യ ചാശ്വാഹ തൈരപ്രമത്തഃ കുശലീ സദശ്വൈഃ ദാന്തൈ സുഖം യാതി രഥീവ ധീരഃ. പദച്ഛേദം. രഥഃ ശരീരം പുരുഷസ്യ രാജൻ ആത്മാ നിയന്ത ഇന്ദ്രിയാണി അസ്യ ച അശ്വാഃ തൈഃ അപ്രമത്തഃ കുശലീ സദശ്വൈഃ ദാന്തൈഃ സുഖം യാതി രഥീ ഇവ ധീരഃ. അന്വയഃ. രാജൻ പുരുഷസ്യ ശരീരം രഥഃ ആത്മാ നിയന്ത ഇന്ദ്രിയാണി അസ്യ അശ്വാഃ ച തൈഃ ദാന്തൈഃ സദശ്വൈഃ അപ്രമത്തഃ കുശലീ ധീരഃ രഥീ ഇവ സുഖം യാതി. ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. രാജൻ, അല്ലയോ രാജാവേ, പുരുഷസ്യ ശരീരം രഥഃ, ഈ മനുഷ്യൻ്റെ ശരീരം രഥം ആകുന്നു. ആത്മാ നിയന്താ ച, ആത്മാവ് സാരഥിയും. ഇന്ദ്രിയാണി അസ്യ അശ്വാഹ, ഇന്ദ്രിയങ്ങൾ ആ രഥത്തിൻ്റെ കുതിരകൾ ആകുന്നു. തൈഹി ദാന്തൈഹി സദശ്വൈഹി, നല്ല നിയന്ത്രണത്തിലുള്ള ആ കുതിരകളാൽ അഥവാ ഇന്ദ്രിയങ്ങളാൽ. അപ്രമത്തഃ, ജാഗ്രതയുള്ള. കുശലി, ബുദ്ധിമാനായ. ധീരഃ രഥീ ഇവ, ധീരനായ ഒരു യാത്രികനെ പോലെ. സുഖം യാതി, ജീവൻ സുഖമായി യാത്ര ചെയ്യുന്നു ഈ ശരീരമാകുന്ന രഥത്തിൽ. ശ്ലോകത്തിൻ്റെ സാരാർത്ഥം. മനുഷ്യ ശരീരത്തെ ഒരു രഥത്തിനോട് ഉപമിച്ചിരിക്കുന്നു. ആ രഥത്തിൻ്റെ സാരഥിയാണ് ആത്മാവ്. പഞ്ചേന്ദ്രിയങ്ങൾ ആ രഥത്തിൻ്റെ കുതിരകൾ. നല്ല കടിഞ്ഞാണിട്ട് ബന്ധിച്ച കുതിരകളാണെങ്കിൽ ആ രഥത്തിൽ യാത്ര ചെയ്യുന്ന ജാഗ്രതയുള്ള ബുദ്ധിമാനായ ധീരനായ ഒരു യാത്രികനെ പോലെ ജീവൻ ഈ ശരീരമാകുന്ന രഥത്തിൽ സുഖമായി യാത്ര ചെയ്യുന്നു. രണ്ടാമത്തെ ശ്ലോകം. പുണ്യോ ഹി അലോഭഃ ആത്മാ. ആത്മാ നദീ ഭാരത പുണ്യതീർത്ഥ സത്യോദകാ ധൃതികൂലാദയോർമിഃ തസ്യാം സ്നാതഃ പൂയത്തെ പുണ്യകർമ്മ പുണ്യോ ഹ്യാത്മാ നിത്യമലോഭ ഏവ. പദച്ഛേദഃ. ആത്മാ നദീ ഭാരത പുണ്യതീർത്ഥ സത്യ ഉദക ധൃതികൂല ദയാ ഊർമിഃ തസ്യാം സ്നാതഃ പൂയത്തെ പുണ്യകർമ്മ പുണ്യഃ ഹി ആത്മാ നിത്യം അലോഭഃ ഏവ. അന്വയഃ. ഹേ ഭാരത, ആത്മാ പുണ്യതീർത്ഥ നദീ സത്യോദക ധൃതികൂല ദയോർമിഃ തസ്യാം സ്നാതഃ പുണ്യകർമ്മ അലോഭഃ പുണ്യഃ ആത്മാ നിത്യം പൂയത്തെ ഏവ. ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഭാരത, അല്ലയോ ഭാരതപുത്രനായ രാജാവേ. ആത്മാ, ആത്മാവ്. പുണ്യതീർത്ഥ നദി, പുണ്യതീർത്ഥ നദി ആകുന്നു.
സത്യ ഉദക സത്യം അതിലെ ജലം ആകുന്നു. ധൃതികൂല ധൈര്യം അതിൻ്റെ ഇരുതടങ്ങൾ. ദയാ ഊർമിഹി ദയ അതിലെ തരംഗങ്ങൾ. തസ്യാം സ്നാതഃ അതിൽ സ്നാനം ചെയ്ത. അലോഭ അത്യാഗ്രഹിയല്ലാത്ത. പുണ്യകർമ്മങ്ങൾ ചെയ്ത. പുണ്യഃ ആത്മാ പുണ്യവാൻ. നിത്യം പൂയതേ ഏവ എല്ലായ്പ്പോഴും പരിശുദ്ധൻ തന്നെ. ശ്ലോകത്തിൻ്റെ സാരാർത്ഥം: അല്ലയോ ഭാരതപുത്രനായ രാജാവേ, ആത്മാവ് ഒരു പുണ്യനദി പോലെയാണ്. സത്യമാണ് ആ നദിയിലെ ജലം. ആ നദിയുടെ തടങ്ങൾ ധൈര്യമാണ്. ദയയാണ് അതിലെ തരംഗങ്ങൾ. ആ നദിയിൽ സത്യം, ദയ എന്ന ഗുണങ്ങളിൽ ധൈര്യത്തോടെ സ്നാനം ചെയ്ത, അത്യാഗ്രഹി അല്ലാത്ത, പുണ്യകർമ്മങ്ങൾ കൊണ്ട് പുണ്യനായ വ്യക്തി എല്ലായ്പ്പോഴും പരിശുദ്ധനായി കരുതപ്പെടുന്നു. മൂന്നാമത്തെ ശ്ലോകം: ത്രയം ത്യജേത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ. കാമഃ ക്രോധസ്തഥാ ലോഭസ്തസ്മാദേതത്രയം ത്യജേത്. പദച്ഛേദഃ: ത്രിവിധം നരകസ്യ ഇദം ദ്വാരം നാശനം ആത്മനഃ. കാമഃ ക്രോധഃ തഥാ ലോഭഃ തസ്മാത് ഏതത് ത്രയം ത്യജേത്. അന്വയഃ: കാമഃ ക്രോധഃ തഥാ ലോഭഃ ഇതി നരകസ്യ ഇദം ത്രിവിധം ദ്വാരം ആത്മനഃ നാശനം ഭവതി. തസ്മാത് ഏതത് ത്രയം ത്യജേത്. ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം: കാമഃ ക്രോധഃ തഥാ ലോഭഃ. കാമം, ക്രോധം, അപ്രകാരം അത്യാഗ്രഹം. ഇതി നരകസ്യ എന്ന് നരകത്തിൻ്റെ. ഇദം ത്രിവിധം ദ്വാരം ഈ 3 വിധം കവാടങ്ങൾ. ആത്മനഃ നാശനം ഭവതി അവനവൻ്റെ തന്നെ നാശത്തിന് കാരണമാകുന്നു. തസ്മാത് അതിനാൽ. ഏതത് ത്രയം ത്യജേത് ഇവ 3 ത്യജിക്കേണ്ടവയാകുന്നു. നാലാമത്തെ ശ്ലോകം: ധൃതിമയി നൗക. കാമക്രോധഗ്രാഹവതീം പഞ്ചേന്ദ്രിയജലാം നദീം നാവം ധൃതിമയീം കൃത്വാ ജന്മദുർഗാണി സന്തര. പദച്ഛേദഃ: കാമക്രോധഗ്രാഹവതീം പഞ്ച ഇന്ദ്രിയജലാം നദീം നാവം ധൃതിമയീം കൃത്വാ ജന്മദുർഗാണി സന്തര. അന്വയഃ: ഹേ രാജൻ, കാമക്രോധഗ്രാഹവതീം പഞ്ചേന്ദ്രിയജലാം നദീം ധൃതിമയീം നാവം കൃത്വാ ജന്മദുർഗാണി സന്തര. ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം: ഹേ രാജൻ, അല്ലയോ രാജാവേ, കാമക്രോധഗ്രാഹവതീം കാമവും ക്രോധവും ആകുന്ന മുതലകൾ നിറഞ്ഞതും പഞ്ചേന്ദ്രിയ ജലാം പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ജലം നിറഞ്ഞതുമായ ജന്മദുർഗാണി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജനന മരണമാകുന്ന ഈ സംസാര നദിയെ ധൃതിമയീ ധൈര്യത്തെ നാവം കൃത്വ കടത്തു തോണിയാക്കി സന്തര തരണം ചെയ്യൂ. ശ്ലോകത്തിൻ്റെ സാരാർത്ഥം: ജനന മരണമാകുന്ന സംസാരത്തെ ഒരു ദുർഘട നദിയായി വിദുരർ ഉപമിച്ചിരിക്കുന്നു. കാമവും ക്രോധവും അതിൽ മുതലകളായി ജീവിക്കുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ ആ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആശകൾ ആ നദിയിലെ ജലമായി കാണുന്നു. ധൈര്യത്തെ ഒരു കടത്തു തോണിയാക്കി ഈ ദുർഘട നദിയെ തരണം ചെയ്യൂ എന്ന് വിദുരർ ഉപദേശിക്കുന്നു. അഞ്ചാമത്തെ ശ്ലോകം: വൃദ്ധസേവി ന മുഹ്യതി. പ്രജ്ഞാവൃദ്ധം ധർമ്മവൃദ്ധം സ്വബന്ധും
വിദ്യാവൃദ്ധം വയസാ ചാപി വൃദ്ധം കാര്യാകാര്യെ പൂജയിത്വാ പ്രസാദ്യ യഃ സംപൃച്ഛേന്ന സമുഹ്യേത് കദാചിത്. പദച്ഛേദഃ. പ്രജ്ഞാവൃദ്ധം ധർമ്മവൃദ്ധം സ്വബന്ധും വിദ്യാവൃദ്ധം വയസാ ച അപി വൃദ്ധം കാര്യ അകാര്യെ പൂജയിത്വാ പ്രസാദ്യ യഃ സംപൃച്ഛേത് ന സഹ മുഹ്യേത് കദാചിത്. അന്വയഃ. യഃ കാര്യാകാര്യെ പ്രജ്ഞാവൃദ്ധം ധർമ്മവൃദ്ധം വിദ്യാവൃദ്ധം വയസാ ച അപി വൃദ്ധം സ്വബന്ധും പൂജയിത്വാ പ്രസാദ്യ സംപൃച്ഛേത് സ കദാചിത് ന മുഹ്യേത്. ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം. യഹ ഏതൊരാൾ കാര്യാകാര്യെ ചെയ്യേണ്ട കാര്യമേത് ചെയ്യുവാൻ പാടില്ലാത്തതേത് എന്നറിവാനായി പ്രജ്ഞാവൃദ്ധം ബുദ്ധി കൊണ്ട് വൃദ്ധരായവരെയും ധർമ്മവൃദ്ധം ധർമ്മത്താൽ വൃദ്ധരായവരെയും വിദ്യാവൃദ്ധം അറിവ് കൊണ്ട് വൃദ്ധരായവരെയും വയസാവൃദ്ധം സ്വബന്ധും ച അപി പ്രായം കൊണ്ട് വൃദ്ധരായ സ്വബന്ധുക്കളെയും പൂജയിത്വ പ്രസാദ്യ ആദരിച്ച് പ്രസാദിപ്പിച്ച ശേഷം സംപൃച്ഛേത് ചോദിച്ചറിയുന്നുവോ സഹ ആ വ്യക്തി കദാചിത് ഒരിക്കലും ന മുഹ്യേത് വിവേകഹീനനായി ഭവിക്കുന്നില്ല. ശ്ലോകത്തിൻ്റെ സാരാർത്ഥം. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുവാൻ പാടുണ്ടോ ചെയ്യാതിരിക്കുവാൻ പാടുണ്ടോ എന്നറിവാനായി ബുദ്ധിയുള്ളവരെയോ ധാർമ്മികരായവരെയോ പാണ്ഡിത്യമുള്ളവരെയോ വൃദ്ധരായ സ്വബന്ധുക്കളെയോ ചെന്ന് കണ്ട് അവരെ വേണ്ട വിധത്തിൽ ആദരിച്ച് പ്രസാദിപ്പിച്ച ശേഷം തനിക്ക് അറിയേണ്ടുന്ന വിഷയത്തെപ്പറ്റി ചോദിച്ചറിയുന്നുവോ ആ വ്യക്തി ഒരിക്കലും ഒരു അബദ്ധത്തിൽ ചെന്നു വീഴുക ഇല്ല എന്ന് സാരം. ശ്ലോകങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വിദുരനീതി ശതകത്തിലെ അടുത്ത ശ്ലോകങ്ങളുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.